കെട്ടുകഥ, കസേരകളി, കഥകളി. സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ മുഖ്യനും മരുമകനും കേക്കുമായി ഇറങ്ങാൻ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ദേശീയപാതകളൊക്കെ കേക്ക് മുറിച്ചതുപോലെയായി. പണിതത് ഞാനാണെന്നും പറഞ്ഞ് ഫ്ലെക്സ് വെച്ചുപോയി. ഇല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ തലയിലിടാമായിരുന്നു. ഇതിനാണ് വരാനുള്ളത് വഴിയേ വരും എന്ന് പറയുന്നത്. നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും എല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തെ ബാധിച്ച് തകർത്തു തരിപ്പണമാക്കി. എന്നിട്ടാണ് ഇവര് 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ചെറുപാതകൾ പോയി മറഞ്ഞേ അതിവേഗം കനവു കുതിച്ചേ പുതുമകളുടെ പുത്തിരി കത്തി കുതികൊള്ളുകയാണൊരു നാട്. തെറ്റായ എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പുഴുക്കുത്തുണ്ടെങ്കിൽ, ആ പുഴുക്കുത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല, ആ പുഴുക്കുത്തിന്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് LDF സർക്കാർ ശ്രമിക്കുക. എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം. ഇനി VD സതീശനൊക്കെ മിണ്ടാണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വരുന്നത് സഹിക്കുക, അത്ര തന്നെ. കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാറുണ്ട്. സപ്ലൈകോയിൽ ചെന്നാൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്, പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല. നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF പൊതുവിലെടുത്തിരുന്നത്. നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെ എല്ലാ ചോദ്യം ചോദിച്ചു. അത് കഴിയുമ്പോൾ സമയമായി 7 മണി. നമസ്കാരം. ഈ ആഴ്ചയിലെ കഥകളി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വ്യാഴാഴ്ച കാണാം. നമസ്തേ. ഇച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. ആട്ടവിളക്കില്ല, ആട്ടുംതുപ്പും മാത്രം. തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല. ഒറ്റ ഭാവം, അഹംഭാവം, ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. കെട്ടുകഥ, കസേരകളി, കഥകളി.